എന്റെ സകലതും പോയേ. എന്തായി കാണിക്കുന്നേ? അയ്യോ നെഞ്ചത്തടിക്കല്ലേ? അയ്യോ അടിക്കല്ലേ എന്ന്. അയ്യാ ഒന്ന് പതുക്കെ നിലവിളിക്കണ്ട മനുഷ്യനെ. പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കേൾക്കും. അവരൊക്കെ അറിയുന്നു. എല്ലാരും അറിയട്ടെ. എനിക്ക് ഇത്തിരി വിഷം കലക്കി തായോ. എന്റെ 1.5 കോടി പോയേ. എനിക്ക് മരിക്കണം വക്കീലേ. ഇതെന്തൊരു പാടായത്. എനിക്ക് എന്നാ ഇടി ഇടിച്ചിടിച്ച് ചങ്ക് വെള്ളവാക്ക്. പഴയ ആസ്മ ഇളകി ചാവട്ടെ. ദേ കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വാ ഇവിടെ ഇവിടെ വരാൻ. ഇരിക്കവിടെ. അയ്യോ അയ്യോ എനിക്കിനി ജീവിക്കണ്ട. അയ്യോ എന്റെ അമ്മോ, എനിക്കിനി ജീവിച്ചിരിക്കണ്ട. അച്ഛന്റെ നിലവിളിയിലേ കേൾക്കുന്നത്. ഇന്നെന്താണ് കാര്യം? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്റെ രാജമോനെ. ഒരു ഫോൺ കാൾ വന്നു, അപ്പൊ തുടങ്ങിയതാ. അയ്യോ എന്ത് വൃത്തിയുടെ അച്ഛൻ കാണിക്കുന്നേ. കാശ് പോയി അങ്ങോട്ട് പോട്ടെ, അത് വേറെ വരും. ഇനി നാട്ടുകാരുടെ മുമ്പിൽ കൂടെ നാറണോ? നാറിയടാ, നിന്റെ അച്ഛൻ നാറിയാടാ. 10-40 കൊല്ലം മുമ്പ് ചെർപ്പളശ്ശേരിയിലെ കാളക്കച്ചവടക്കാരൻ പൈരിയുടെ സൈക്കിള് പൊട്ടിച്ചോണ്ട് ഈ പട്ടണത്തിൽ വന്നവനാണ് ഞാൻ. ഈ കാണായ സ്വത്ത് നിന്നെ നിന്റെ പെങ്ങളെ ഒക്കെ ഉണ്ടാക്കി നാറിത്തരം കാണിച്ചിട്ടാ. തന്തക്കാരുള്ള ജാതകത്തിൽ പറഞ്ഞ ഇവന്റെ ജാതകം നോക്കി കണിയാർ എന്താ വക്കീലാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇവൻ തന്തയെ കൊണ്ട് പോകുന്നല്ലേ? കൊണ്ടുപോട്ടെ. അയ്യോ ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വന്നതിന് ശേഷം അല്ലാതെ മക്കളെ കുറ്റം പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെ? അച്ഛന്റെ അതിസാമർഥ്യം ഇതിനൊക്കെ കാരണം. ഡിസൂസായിട്ട് ഇടപാട് തുടങ്ങിയപ്പം എന്നോട് പറയായിരുന്നു എന്താ? അതിന് നീ ആരാടാ? നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? ആ അത് കാണിക്കാൻ അവസരം വരുമ്പോ കാണിക്കാം. അച്ഛാ, അച്ഛൻ ബെണ്ടർ കൂട്ടം പിള്ളയുടെ അരിവപ്പുകാരനായിട്ട് നിന്ന് അക്ഷരം പഠിക്കാതെ റൈറ്ററായി. അവസാനം അയാളെ മുദ്രപത്രം മോട്ടിച്ച് വിറ്റ് ചാരാ ഷാപ്പ് തുടങ്ങി. നീ ആ ഫോൺ എടുത്ത് സർക്കിൾ പത്മനാഭനെ ഒന്ന് വിളിച്ചേ. കുടുംബത്തുള്ള കമ്മീഷണർ പാര വെച്ചെടുത്താ പപ്പനാഭൻ സർക്കിള്. പോലീസുകാരുടെ മകളെ കൊടുക്കരുത് അന്നേ ഞാൻ പറഞ്ഞതല്ലേ വക്കീലേ? ആ നിങ്ങളാണ് ആ കള്ളക്കടത്തിന്റെ പിന്നിലെന്ന് ചന്ദ്രദാസ് അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇനി ചിലപ്പോ അറിയും. അറിയാൻ പാടില്ല. മുതല് പോയാ പിന്നെ ഉണ്ടാക്കാം. മാനം പോയാലോ? വിളിക്കടാ പത്മനാഭനെ. ആർക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ? സർ, ഒരു ഫോണുണ്ട് വീട്ടിൽ നിന്ന്. അവളോട് ഞാൻ തിരക്കിലാണെന്ന് പറ. അമ്മയാണ് സാർ. ഹലോ ഹലോ, അമ്മയാ മോനെ. കൺഗ്രാജുലേഷൻസ്. പത്രത്തിൽ കണ്ടാ ഞങ്ങളൊക്കെ വിവരം അറിഞ്ഞത്. താങ്ക് യു. ഞാനെല്ലാം പറയാ സാർ. നീ ഒന്നും പറയാൻ പാടില്ലെന്നാണ് മുകളിലെ ഓർഡർ. ഏതായാലും നന്നായി. സാമർത്ഥ്യം തെളിയിക്കാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാര് പറയവേ അച്ഛന്റെ സാമർത്ഥ്യം കൊണ്ടാ മോനെ ഇങ്ങോട്ട് വരുത്തിയതെന്ന്. അമ്മേ, ഞാനിപ്പം കുറച്ച് തിരക്കില്ല. പിന്നെ അങ്ങോട്ട് വിളിക്കാം. പത്മനാഭൻ സാർ, കുറച്ച് വെള്ളം. ഓ സാർ. അന്യായമായ തടങ്കൽ വെച്ച ഡ്രൈവറെ മോചിപ്പിക്കുക. അവസാനിപ്പിക്കുക. സിറ്റി കമ്മീഷണർ നീതി പാലിക്കുക. സിറ്റി
കമ്മീഷണർ നീതി പാലിക്കുക. പോലീസിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക. അലമ്പായല്ലോ സാറേ, ഡ്രൈവേഴ്സ് യൂണിയനാ. ഇവനെ പുറത്തു വിടണമെന്ന്. ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ സാറിന്റെ അളിയന്റെ യൂണിയനാ. ആ കൊച്ചിനും വന്നിട്ടുണ്ട്. വേണ്ട, അവൻ അറിയണ്ട. പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക. നിർത്ത്. സിറ്റി കമ്മീഷണർ നീതി പാലിക്കുക. പോലീസ് മർദ്ദനം അവസാനിപ്പിക്കുക. അളിയ, ആ ഡ്രൈവറെ വിട്ടു തന്നേക്കും. എന്റെ പ്രസ്റ്റീജ് പ്രശ്നം നാട്ടിക്കരുത്. ഇത് പാർട്ടി ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷനാണ്. അളിയ, അളിയനും പെങ്ങളും ഒക്കെ വീട്ടില്. കസ്റ്റഡിയിലെടുത്ത പ്രതി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഡ്രൈവേഴ്സ് യൂണിയൻ അല്ല. അതിനൊക്കെ നിയമങ്ങളുണ്ട്. നിയമം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. വക്കീലിനെ കൊണ്ട് തന്നെ വന്നേക്കുന്നത്. സാധ്യമല്ലെന്നല്ലേ പറഞ്ഞത്. പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വേണേ നിങ്ങൾക്ക് അവിടെ നിന്ന് ജാമ്യം എടുക്കാം. നിങ്ങളിപ്പോ പോണം. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. സാർ, ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത്. സാർ ചെയ്തത് ശരിയായില്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ ശവം എടുത്ത് അവന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കണോ? സാറൊന്ന് പതുക്കെ. പ്രതി മരിച്ച വിവരം ഇവിടുത്തെ പോലീസുകാർ പോലും അറിഞ്ഞിട്ടില്ല. അവരറിയാനും പാടില്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്നവരല്ല സാർ. ആ രാജുമോനെ അകത്ത് വിളിച്ച് നമുക്കുള്ള വിവരം പറയാം. സാറിനൊരു കയ്യബദ്ധം പറ്റിയതാണേലും ജനങ്ങൾ അറിഞ്ഞു വരുമ്പോ സംഗതി കൊലപാതകമാകും. ഇവന്മാർ ഈ ബഹളം തുടർന്ന് ഇവിടെ ആള് കൂടും, കുറെ പത്രക്കാർ വരും. പിന്നെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല സാർ. അവനെ വിളിക്കും. ഇന്ന് നിർത്തിക്കോണം നിന്റെ രാഷ്ട്രീയം. അതിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? ദാസ്മോഹന് കയ്യബദ്ധം പറ്റിന്ന് വെച്ച് നീ ജാഥയും കൂട്ടി സ്റ്റേഷന് മുമ്പിൽ പോയി സിന്ദാബാദ് വിളിക്കുക ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗ്യം കൊണ്ട് നാട്ടുകാരത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ഇത് നല്ല കൂത്ത്. നിങ്ങളിത് എന്തൊരു വർത്താന മനുഷ്യനെ പറയുന്നത്? ഡ്രൈവർ എത്ത കാര്യം അവൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴല്ലേ അറിയുന്നുള്ളൂ. ആ അതെ, ഞാനവിടെ ചെന്നില്ലായിരുന്നേ കാണായിരുന്നു. അളിയൻ ചമ്മല് കാരണം ഈ വിവരം നമ്മളോട് പോലും പറയത്തില്ലായിരുന്നു. ഓ ഭഗവാനെ, ഇതൊന്നും കാണാനും കേൾക്കാനും ഇട്ടേക്കാതെ എന്നെ വൈകുണ്ഠത്തേക്ക് ഞാൻ അങ്ങ് വിളി. എന്റെ ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ. ഓറാക്കല്ലേന്ന്. ആ മക്കളെ, അമ്മച്ചിയുടെ പഴയ മനസ്സില് ഒരു നല്ല ബുദ്ധി തോന്നുന്നുണ്ട്. രക്ഷപ്പെടാൻ ആ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ആ പത്മനാഭൻ സർക്കിളിനെ വിശ്വസിക്കാവല്ലോ. വിശ്വാസക്കേട് കാണിച്ചാ അവന്റെ കൈയും കാലും വെട്ടിയാൻ. പപ്പനാവൻ ഒറ്റയ്ക്ക് പോകണ്ട. അവനെ സഹായിക്കാൻ നമ്മുടെ 3-4 പേരുടെ പോട്ടെ. വേണ്ട. ആക്രമണത്തിനും കള്ളക്കടത്തിനും പിന്നിൽ ബോംബെ അധോലോകത്തിന് സംശയാതീതമായ പങ്കുണ്ടെന്ന് ഞങ്ങളുടെ കൊളാപാലേഖൻ പ്രദീപ് ചൗധരി അറിയിക്കുന്നു. പ്രസ്തുത സംഭവത്തിൽ കാശ്മീർ തീവ്രവാദികൾക്കുള്ള പങ്കിനെ കുറിച്ച് ഉറപ്പിച്ചൊന്നും പറയാൻ നിവർത്തില്ലെന്ന് ഒരു ഉന്നത പോലീസ് വക്താവ് അറിയിച്ചു. ചേടാ, അതിന് എന്നെ തെറി വിളിക്കുന്നതിനാ? ആ കമ്മീഷണർ ഇത്ര മണ്ടനായി പോയല്ലോ എന്നാ. തൊണ്ടിയും കളഞ്ഞ് പ്രതിയും പോയി. ബാക്കിയുള്ളവൻ രാവിളക്കോളം കാർ ഓടിച്ചത് മാത്രം വെച്ച. ചന്ദ്രദാസ് മണ്ടനാണെങ്കിലും അയാളുടെ അമ്മായിയപ്പൻ അങ്ങനെയല്ല. കിളവൻ ഇത്തവണ നമ്മളെ തോപ്പിച്ചോളണം. അങ്ങനെ അങ്ങോട്ട് തറപ്പിച്ച് പറയാൻ പറ്റുമോ? സംശയം എന്താ? ആ റിപ്പോർട്ട് വായിച്ചാൽ അറിഞ്ഞൂടെ? ഒരു ടിപ്പിക്കൽ കേളു റൈറ്റർ സ്റ്റൈൽ.
ഇലയും മുള്ളും കേടില്ലാതെ അയാളുടെ പോക്കറ്റിൽ. കേളുവിന്റെ മരുമോൻ എന്റെ മരുമോനല്ലോടാ. അതല്ലേ ഞാൻ അവനെ കർണാടകത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ താൻ എന്റെ വാക്ക് കേട്ട് നടക്കാത്തതിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. സാർ, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് കമ്മീഷണർ കുറ്റവാളിയെ വിച്ഛോദിക്കുക, അവന്റെ വാക്കും കേട്ടൊരു കൊച്ചുവെളുപ്പാൻ കാലത്ത് കള്ളനെ പിടിക്കാൻ പോവുക. എന്നിട്ടിപ്പോ എന്തായി? തന്നെ വെച്ച് എന്നെ മുഖ്യമന്ത്രിയെ നാറ്റിക്കാൻ ആ ചന്തക്കാട് വിശ്വം ചെയ്ത പണിയാ ഇതൊക്കെ. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല. വെള്ളമാണെങ്കിലും അച്ഛൻ പറയുന്നേ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഫോട്ടോ എന്ത്? ഓ, മറന്നു, പ്രധാന കാര്യം മറന്നു. ഇത് വിക്ടർ ഡിസൂസ അല്ലേ? യെസ്. ഇന്ത്യയിലെ കള്ളക്കടത്തിന്റെ രാജാവാ ഇയാള്. ബാംഗ്ലൂർ ഇരുന്ന കാലത്ത് അയാളെ തൊടാൻ കഴിഞ്ഞോ? കഴിയില്ല. അതായുടെ ബലം. അയാളുടെ കേരള ഏജന്റായി ചന്തക്കാട് വിച്ചുവൻ. താൻ ഇയാളെ വഴി വെച്ച് കണ്ടുമുട്ടിയത് മുതൽ ഇവിടെ വന്നതുവരെയുള്ള കാര്യങ്ങൾ ഒരു നാടകത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം. അളിയൻ ധൈര്യമായിട്ട് അവന്റെ ചന്തക്കാട് കയറി റെഡിയേ. അവനെ അകത്താക്ക്. ഈ പറഞ്ഞ കേട്ടിട്ട് എന്തെങ്കിലും തൊണ്ടി കിട്ടാണ്ടിരിക്കുകയില്ല. ഇനി കിട്ടിയില്ലേലും കിട്ടിയെന്ന് പറഞ്ഞ അകത്താക്ക്. മോന്റെ കയ്യിലെ ചോരക്കറ മുഴുവൻ മാഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങനെയൊക്കെ തിരിച്ചു വിട്ടില്ലേല് അവിടെ ഇവിടെയൊക്കെ സംശയത്തിന്റെ മുള പൊട്ടും. അതിനിട കൊടുക്കരുത്. ഐ എം സോറി മിസ്റ്റർ വിശ്വനാഥൻ, ഞങ്ങൾക്ക് ഈ പ്രദേശം ഒന്ന് റെയ്ഡ് ചെയ്യണം. എസ്പെഷ്യലി യുവർ ഓഫീസ്. വാറണ്ടുണ്ട്. ഇവിടെ വിട്ട് ആരും പുറത്തു പോകരുത്. എല്ലാവരെയും പരിശോധിക്കേണ്ടി വരും. നിങ്ങളുടെ ടാർഗറ്റ് ഞാനല്ലേ, ഇവരെ വിട്ടേ. എന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ തടസ്സം ഉണ്ടാക്കരുത് മിസ്റ്റർ വിശ്വനാഥൻ. ഇരിക്കണം, എല്ലാവരും ഇരിക്കണം. യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലാവരും ഇരിക്കട്ടെ. ഇവര് ഒന്നുമില്ലടാ, ആ റൈറ്ററുടെ കളിയാ. സാർ, ഒരു മംഗളകർമ്മത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു കരട് അതിവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഉണങ്ങാത്ത മുറിവായിട്ട് നിൽക്കും. സാറിനറിയോ, നിങ്ങളുടെ ലോകത്തിലെ മനുഷ്യർക്കിടയിലുള്ള മതിലുകളൊന്നും ഈ കോളനിയിലില്ല. ഇവര് വ്യത്യസ്ത മതക്കാരാണേലും ഹൃദയങ്ങളുടെ ചേർച്ചയ്ക്ക് തടസ്സമാകരുന്നുണ്ട് ഞങ്ങൾക്ക്. വർഷങ്ങളായുള്ള അത്തരമൊരു ബന്ധം ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. പിണക്കങ്ങളില്ലാതെ, തടസ്സങ്ങളില്ലാതെ. അതിനിടയിൽ തൽക്കാലം വരെ വെറുതെ വിടണം സാർ. ഈ ചടങ്ങ് തടസ്സപ്പെടുത്തരുത് സാർ. ആദ്യം എന്റെ ഓഫീസ് സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ഡ്യൂട്ടിക്ക് ഞാനൊരു തടസ്സമാവുന്നില്ല. രജിസ്റ്റർ സാറേ, വിവാഹം നടക്കട്ടെ. വെരി വെൽ ഡൺ. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്കല്ല, ഇത് ചെയ്യിച്ചവർക്ക്. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പിൻവലിക്കുക. ബഹളം വെക്കരുത്. ആരും ബഹളം വെക്കരുത്. കേസുകൾ പിൻവലിക്കുക. റെയ്ഡ് ചെയ്തപ്പോ ഓഫീസിൽ നിന്ന് കുറച്ച് മയക്കുമരുന്നോ മറ്റോ ഇവർ കണ്ടെടുത്തു. കള്ളക്കേസുകൾ പിൻവലിക്കുക. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. നിയമം അനുസരിച്ച് സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കാം. നാളെ കോടതി ഒന്ന് ജാമ്യത്തിന് ശ്രമിക്കുക. നീ ഇവരോടൊക്കെ ഒന്ന് മാറാൻ പറഞ്ഞേ. പിന്നെ ഒരു കാരണവശാലും അമ്മ അറിയരുത്. പോലീസ് ഗുണ്ടായിസം അവസാനിപ്പിക്കുക. വിട്ടയക്കൂ. ആരും ബഹളം വെക്കരുത്. ചേട്ടനെ വിട്ടയക്കൂ. വിശ്വനെ ബലമായി അറസ്റ്റ് ചെയ്തതല്ല. ബലമായി അറസ്റ്റ് ചെയ്തതല്ല. അവസാനിപ്പിക്കുക. വിശ്വനെ അറസ്റ്റ് ചെയ്തതാണ്. അവസാനിപ്പിക്കുക. നാളെ തന്നെ ജാമ്യം കിട്ടുന്ന നിസ്സാര ചാർജാണ്. എല്ലാരും മാറി നിൽക്കണം. പോലീസിനെ തടസ്സപ്പെടുത്തരുത്. മാറി
മാറൻ എന്താ പറഞ്ഞു കേട്ടില്ല, മാറാനാ പറഞ്ഞത്. ധനാഢ്യനും ഉന്നത സ്ഥാനങ്ങളിൽ സ്വാധീനമുള്ളവനും എന്തും ചെയ്യാൻ മടിക്കാത്ത അനുയായികളുള്ളവനും സർവോപരി മുൻപൊരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവനുമായ പ്രതി വിശ്വനാഥനെ അന്വേഷണ പ്രക്രിയയുടെ ഈ ഘട്ടത്തിൽ ജാമ്യത്തിൽ വിട്ടാൽ അത് കേസിന്റെ സ്വതന്ത്രമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. CRPC സെക്ഷൻ 167(2) പ്രകാരം കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി പ്രതി വിശ്വനാഥനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. വിശ്വനാഥനെ വിട്ടയക്കുക. പോലീസ് കമ്മീഷണർ നീതി പാലിക്കുക. എന്റെ കക്ഷി വിശ്വനാഥൻ മയക്കുമരുന്ന് കൈവശം വെച്ചു എന്ന പ്രോസിക്യൂഷന്റെ ആരോപണം ഞാൻ നിഷേധിക്കുന്നു. ഏതാനും പാക്കറ്റുകൾ വിശ്വനാഥന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ അവ മയക്കുമരുന്നുകളാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? ഇത് കണ്ടുപിടിക്കാൻ ഘ്രാണശക്തിയുള്ള നായ്ക്കളുള്ളതായി കേട്ടിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർക്കും പോലീസിനും അങ്ങനെ ഒരു കഴിവുള്ളതായി കേട്ടിട്ടില്ല. ഒബ്ജെക്ഷൻ, യുവർ ഓണർ. ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിഭാഗം വക്കീൽ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. ഉത്തരവാദിത്വമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യവിലോപത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കണ്ടെടുത്ത തൊണ്ടി ഒരു ഗവൺമെന്റ് ലാബിലയച്ച് പരിശോധിക്കാൻ 3-4 മണിക്കൂർ മതി. അത് ചെയ്യാതെ പ്രതിയെപ്പറ്റി വ്യാജ ആരോപണങ്ങൾ നടത്തുന്നതാണ് കൃത്യവിലോപം. ഒബ്ജെക്ഷൻ, യുവർ ഓണർ. തൊണ്ടി വസ്തുവിന്റെ ലാബ് റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ആ 2 ദിവസം ഒരു നിരപരാധി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. ഹിയർ ഈസ് ദ ലാബ് റിപ്പോർട്ട്. പ്രതി വിശ്വനാഥന്റെ വീട്ടിൽ നിന്നും ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണർ കണ്ടെടുത്ത മയക്കുമരുന്ന് പൊതികളിൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നുവെന്ന് അംഗീകൃത ഗവൺമെന്റ് ലാബറട്ടറിയുടെ ആ റിപ്പോർട്ടിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലാക്കാവുന്നതാണ്. Arrowroot powder? Yes, it was arrowroot powder. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 100% പരിശുദ്ധമായ കൂവപ്പൊടിയായിരുന്നു. മിസ്റ്റർ വിശ്വനാഥൻ, സുമാർ 1.5 കിലോ കൂവപ്പൊടി നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്തിനാണ്? തെറ്റാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി മാപ്പാക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കൂവപ്പൊടി വീട്ടിൽ സൂക്ഷിക്കുന്നതും അത് കാച്ചിക്കുറുക്കി കഴിക്കുന്നതും ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാ കൊല്ലവും ചാകര സീസണിൽ ചന്തക്കാടുകാർക്ക് ഒരു വയറിളക്കം പതിവുള്ളതാണ്. ചാകരക്കോര് വരുന്ന മത്തി കണ്ടമാനം വറുത്തു തിന്ന വയറിളകും. അതിന് നല്ല 1-ാം തരം മരുന്ന കൂവപ്പൊടി കുറുക്കിയത്. സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വൈദ്യന്മാരോട് ചോദിച്ചാൽ മതി. എന്റെ വീട്ടിൽ മാത്രമല്ല, ചന്തക്കാട് ഏരിയയിൽ ഏത് വീട്ടിൽ തപ്പിയാലും ഒരു 1/2 കിലോ കൂവപ്പൊടി കിട്ടും. എല്ലാവരുള്ള വീടല്ലേ. മത്തി തിന്നരെന്ന് പറഞ്ഞാൽ അതുങ്ങൾ കേൾക്കുവോ? ഒരു മുൻകരുതൽ. വിശ്വട്ടന് ജാമ്യം കിട്ടി. നമ്മുടെ വിശ്വട്ടൻ നിരപരാധി. കൂവപ്പൊടി കാച്ചി കഴിക്കുന്നത് ഇന്നു മുതൽ കുറ്റകരമല്ല. ആർക്കും കഴിക്കാം. സാറ് വിഷമിക്കണ്ട. സംഗതി ബ്രൗൺ ഷുഗർ തന്നെയായിരുന്നു. ലാബ് റിപ്പോർട്ടിൽ അത് കൂവപ്പൊടിയാക്കാൻ ഇച്ചിരി പണം ചെലവാക്കേണ്ടി വന്നു. എത്രയാടാ? ഒരു 10-15 ആയി. ആ, ഇത് വേണമെങ്കിൽ അടുത്ത കേസാക്കാം. ഒരു ചലഞ്ചായിട്ട് എടുത്തോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്.